പെങ്ങളെ, എത്രയോ മരണം കാണുന്നവരാ. പടച്ചവനെ, സിനിമാ താരമായിരുന്ന നവാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതും പടച്ചവനെ, അവസാനവും അവൻ മരണത്തെ കുറിച്ച് ആരോ പറഞ്ഞത്. പലതും നമുക്ക് പഠിക്കാനുണ്ടോ. ജീവിതത്തിൽ എവിടെ വെച്ചാണ് മരണം നമ്മളെ തേടി വരുന്നതെന്നറിയില്ല. വയത് പറയുന്ന ഞാൻ എൻ്റെ വീടെത്തുമെന്നുറപ്പില്ല, കേൾക്കാമെന്നിരിക്കുന്ന നിങ്ങൾ വീട് വെത്തെത്തുമെന്നുറപ്പില്ല. അതുകൊണ്ട് കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ലാത്ത ആയുസും പിടിച്ചിട്ടാ ഞാനും നിങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കണ്ണിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന രംഗമുണ്ടല്ലോ. ആകാശത്ത് നിന്ന് 70 മുതൽ 70,000 വരുന്ന ഒരു സംഗമമായി ആകാശലോകത്ത് നിന്ന് 70,000 വരുന്ന ഒരു സൈന്യവുമായി അസ്റായിൽ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുമ്പോ ആ രംഗം മനോഹരമാക്കടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് നിന്നോട് പറയണം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ സങ്കടപ്പെടുന്നത്? വഅബ്സിറൂ ബിൽ ജന്ന, ഇതാണടാ സ്വർഗ്ഗം. കാണടാ ചെറുപ്പക്കാരാ, ഉമ്മമാരെ, കാണുമ്മമാരെ, വഅബ്സിറൂ ബിൽ ജന്ന. മലക്കുകൾ ഇങ്ങനെ സ്വർഗ്ഗം കാണിച്ചു തരികയാണ്. അവര് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് വിട പറയാ പരിശ്രമിക്കൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അവസാനം നന്നാക്കാനാ, അവസാനം മനോഹരമാക്കാനാ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിന്റെ അവസാനം ഞാൻ പറയേണ്ടതില്ലടോ. നിങ്ങൾ ഓരോരുത്തരും അനുഭവസ്ഥരാണ്. ഞാൻ ജീവിച്ചിരുന്നപ്പോ എന്റെ മരണപ്പെട്ടു പോയ സഹോദരനുമായി ഒരു ദിവസം രാവിലെ സുബഹി നമസ്കാരത്തിന്റെ സമയത്താണ് ശൈഖുനയെ കാണാമെന്നത്. ഇന്നും എന്റെ മനസ്സിൽ ഓർമ്മയുണ്ടോ സഹോദരാ? ഇന്നും എന്റെ മനസ്സിൽ ഉസ്താദ് ഓർമ്മയുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട മഹാനാ സഹോദരാ, കണ്ടവരെ കുറിച്ച് അനുഭവം കുറിച്ച് പറയുകയാണ്. എന്റെ ജീവിതത്തിലെ സ്വന്തം അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ആ ഉസ്താദിന്റെ മരണം നമുക്ക് സമ്മാനിച്ചത് വല്ലാത്ത ഒരു അത്ഭുതമായിരുന്നു.